ചിറ്റൂരിന്റെ കിഴക്കൻ മേഖലയിൽ നടപ്പാക്കിയ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി പ്രയോജനപ്പെടുന്നില്ലെന്നാരോപിച്ച കോൺഗ്രസിന്റെ ജനകീയ സംഗമം. എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പാറ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് മൂങ്കിൽമടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഴിമതിക്ക് മറയാക്കി പദ്ധതി നടപ്പാക്കുകയാണെന്ന് നേതാക്കൾ. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ 5ഇടത്തായി നടപ്പാക്കിയ പദ്ധതിയിൽ ഇതുവരെ ജലസേചനം നടത്താനായില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മന്ത്രിതലത്തിൽ കെ കൃഷ്ണൻകുട്ടി നടപ്പാക്കിയ മുഴുവൻ പദ്ധതികളും വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടാണ് എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പാറ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള സമരം. പദ്ധതി പ്രദേശങ്ങളിലൊന്നായ മൂങ്കിൽമടയിൽ നടന്ന പരിപാടി KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും 28-30 കോടി രൂപയുടെ പദ്ധതി, ഈ 5 പദ്ധതികളെ പറ്റി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയെക്കുറിച്ച് കേരള സ്റ്റേറ്റ് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിയ ഈ പദ്ധതിയുടെ അഴിമതിയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഈ സമ്മേളനം ഐകണ്ഠ്യേന ആവശ്യപ്പെടുന്നു. കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതിയിൽ ഉടൻ തന്നെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് TN പ്രതാപൻ പറഞ്ഞു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതുപോലും അറിഞ്ഞില്ലെന്ന് പറയുന്ന വൈദ്യുതി മന്ത്രിയാണ് K കൃഷ്ണൻകുട്ടിയെന്ന് A തങ്കപ്പൻ പറഞ്ഞു. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അറിയില്ല എന്നാണ് പറയുന്നത്. ഒരു വകുപ്പ് മന്ത്രി കറണ്ട് ചാർജ് വർദ്ധിച്ചപ്പോൾ ഞാൻ അറിയില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആ വകുപ്പിൽ എന്തിനിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇതുതന്നെയാണ് അദ്ദേഹം ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് നടപ്പിലാക്കിയ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ സ്ഥിതിയെന്നും അദ്ദേഹം ആരോപിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, UDF ചിറ്റൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് P രതീഷ്, കർഷക കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K മോഹനൻ, എരുത്തേമ്പതി കൊഴിഞ്ഞാമ്പാറ മണ്ഡലം പ്രസിഡന്റുമാരായ P പൊൻരാജ്, M രാമകൃഷ്ണൻ, മറ്റു നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.